മരിച്ചവർക്ക് ഭൂമിയിൽ ഇപ്പോൾ ജീവനോടിരിക്കുന്നവരെ കാണാൻ പറ്റുമോ? ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആരോ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്. അവരുടെ സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ തോന്നുന്ന സമയത്ത് പല പഴയ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരും. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നവർക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ആ, എൻ്റെ അമ്മ എന്നെ കാണുന്നുണ്ട് എന്നെനിക്കറിയാം എന്ന്. അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ സ്വർഗത്തിൽ നിന്ന് എന്നെ കാണുന്നുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്നവരുമുണ്ട്. പക്ഷേ ഇത് ശരിക്കും സത്യമാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ശരി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മെ കാണാൻ പറ്റുമോ? ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നാം ചെയ്യുന്നതെല്ലാം അവർക്ക് കാണാൻ പറ്റുമോ? പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ പറ്റുമോ? അതോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ആശ്വാസം തരുന്നത് കൊണ്ട് സത്യമായിരിക്കണേ എന്ന് നാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒന്ന് മാത്രമാണോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ പലരുടെ മനസ്സിലുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. മരിച്ച ഉടനെ ആത്മാക്കൾ നമ്മെ ചുറ്റിലും മൂടി നമ്മെ സൂക്ഷിക്കാറുണ്ട്, ആവശ്യമുള്ള സമയത്ത് നമ്മെ നയിക്കാറുണ്ട്, ചില സമയത്ത് നമ്മെ സംരക്ഷിക്കാറുണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് മരിച്ചവർ പ്രേതങ്ങളായിട്ട് വന്ന് വേട്ടയാടാറുണ്ട് എന്നും മരിച്ചവർക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള അടയാളങ്ങൾ അയക്കാനും കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ട്. TV ഷോകളിലും സിനിമകളിലുമെല്ലാം ഇതേപോലെയൊക്കെയാണ് നാം കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നാം തെറ്റിദ്ധരിക്കാനും എളുപ്പമാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് വികാരങ്ങളിലോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിലോ അല്ല നാം വിശ്വസിക്കുന്നത്. മരിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ചിലത് നമ്മെ അതിശയിപ്പിക്കാനും സാധ്യതയുണ്ട്. ആദ്യത്തേത്, മരിച്ച ഉടനെ എന്താണ്? മരിച്ചവർക്ക് ജീവനോടിരിക്കുന്നവരെ കാണാൻ പറ്റുമോ എന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നാം അറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ കാവൽ ചെയ്യുന്ന ഒരു കാവൽ ആത്മാവായി അവർ മാറുമെന്ന് പലരും കരുതുന്നുണ്ട്. ഇത് നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ്. എന്നാൽ ബൈബിൾ മരണത്തെ പൊടിയിലേക്ക് തിരിച്ചു പോകുക, ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുക എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി 3:19 ഇങ്ങനെ പറയുന്നു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. നമ്മുടെ ഭൗതിക ശരീരം ജീർണിച്ച് ഭൂമിയിലെ പൊടി പോലെയാകും എന്നാണ് ഈ വാക്യം പറയുന്നത്. സഭാപ്രസംഗി 12:7 ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മരണസമയത്ത് ശരീരവും ആത്മാവും വേർപിരിയുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. പക്ഷേ മരിച്ചവർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ ഈ വാക്യങ്ങളിൽ പറയുന്നില്ല. എബ്രായർ 9:27 ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം എന്ന് പറയുന്നത് അവസാനമാണ്. അതിനുശേഷം നമ്മുടെ ആത്മാക്കൾ ന്യായവിധിയെ നേരിടാൻ കാത്തിരിക്കുന്നു എന്നാണ് ഈ വാക്യം ഉറപ്പിക്കുന്നത്. ആത്മാക്കൾ ഭൂമിയിൽ ജീവിക്കുമെന്നോ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നോ ബൈബിൾ പറയുന്നില്ല. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം ക്ഷയിക്കും, അവരുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോകും. ഇനിയുള്ള അടുത്ത ചോദ്യമാണ്, മരിച്ചവർക്ക് ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുമോ എന്ന്. പലരും വിശ്വസിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ നിന്ന് ഇവരിവിടെ നേടിയെടുക്കുന്ന വിജയങ്ങളും സൽപ്പേരുകളും എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് എന്നാണ്. എന്നാൽ ബൈബിൾ വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഭാപ്രസംഗി 9:5-6 ഇങ്ങനെ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിനും അവർക്കിനി ഒരിക്കലും ഓഹരിയില്ല. ഇതൊരു ശക്തമായ പ്രസ്താവനയാണ്. മരിച്ചവർക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഭൂമിയിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല. അവർ ഇനി സ്നേഹിക്കുന്നില്ല, വെറുക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല. ഭൂമിയിൽ സൂര്യന് കീഴിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അവർക്ക് ഒരു പങ്കുമില്ല. സങ്കീർത്തനം 146:4 പറയുന്നു, അവരുടെ ആത്മാവ് വേർപെടുമ്പോൾ അവർ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നു, അന്ന് തന്നെ അവരുടെ പദ്ധതികളും മണ്ണടിയുന്നു. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ ഉള്ള കഴിവ് എല്ലാം തന്നെ ഇല്ലാതാകും എന്ന് ഈ വാക്യം ഊന്നി പറയുന്നു.
മരിച്ചവർ ഇനി സ്വസ്ഥതയിലാണ്. ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മരിച്ചവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ ബൈബിളിലുണ്ടല്ലോ. അതെന്താ അങ്ങനെ? അവർക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ചോദിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്കിനി നോക്കാം. രണ്ടാമത്തത്, മരിച്ചവരുടെ പ്രത്യക്ഷത. ചിലർ ചോദിക്കാറുണ്ട്, ബൈബിളിലുള്ള പല ആളുകളും ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതായിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതായിട്ട് ബൈബിൾ പറയുന്നുണ്ടല്ലോ. ലാസറിന്റെയും ധനികന്റെയും കാര്യമോ? യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ധനികനും ലാസറും. ലൂക്കോസ് 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മരിച്ചവർക്ക് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നതിന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ധനികന്റെയും ലാസറിന്റെയും ഉപമ. ഈ ഉപമയിൽ ലാസർ എന്ന ദരിദ്രനായ യാചകൻ വീടിന് പുറത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് ആഡംബരത്തിൽ ജീവിച്ച ഒരു ധനികനെക്കുറിച്ച് യേശു വിവരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മരിച്ചതിനു ശേഷം ലാസറിനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അത് ആശ്വാസത്തിന്റെ സ്ഥലമാണ്. ധനികൻ പാതാളത്തിലാണ് കണ്ണു തുറന്നത്. ധനികൻ ലാസറിനെയും അബ്രഹാമിനെയും താൻ കഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടു എന്നും അതിനുശേഷം എനിക്ക് ഒരല്പം വെള്ളം തരാമോ എന്നൊക്കെ ആ സ്ഥലത്ത് നിന്ന് തന്നെ അവൻ അവരോട് സംസാരിക്കുന്നുമുണ്ട്. ഇതിൽ തന്നെ മനസ്സിലായല്ലോ മരിച്ചവർക്ക് കാണാനും സംസാരിക്കാനും പറ്റും എന്നൊക്കെ. ഇതിനെ ചിലർ തെളിവായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ധനികൻ ആരെയാണ് കാണുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചേ. മരിച്ച ശേഷം ജീവിക്കുന്ന അബ്രഹാമിനെയും ലാസറിനെയുമാണ് അവൻ കണ്ടത്. ആ സമയത്ത് ജീവനോടിരിക്കുന്ന അവൻ്റെ കുടുംബത്തെ അവൻ ഒരിക്കലും കണ്ടില്ല. ഇതിൻ്റെ അർത്ഥം മരിച്ചവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നവരെ കാണാൻ പറ്റില്ല, അവരെ നിരീക്ഷിക്കാൻ പറ്റില്ല എന്നതാണ്. മത്തായി 17 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു രസകരമായ ഭാഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് യേശുവിൻ്റെ രൂപാന്തരീകരണമാണ്. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു മലയിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ കൂടെ സംസാരിച്ചു. മോശയും ഏലിയായും മരിച്ചിട്ട് നൂറ്റാണ്ടുകളായല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ശിഷ്യന്മാരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങി വരാനോ അല്ല അവിടെ വന്നത്. ഒരു പ്രത്യേക ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇതൊരു അമാനുഷിക സംഭവമായിരുന്നു. ശിഷ്യന്മാർ അവരെ വിളിച്ചിട്ടില്ല. അവർ പ്രത്യക്ഷപ്പെടുമെന്ന് ഈ ശിഷ്യന്മാർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഏലിയാവ് അതുവരെ മരിച്ചിട്ടില്ല. അഗ്നിരഥത്തിൽ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതവൻ്റെ രൂപഭാവത്തെ അതുല്യനാക്കുന്നു. മരിച്ചവർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് രൂപാന്തരീകരണം തെളിയിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞ ദൈവം ക്രിസ്തുവിന്റെ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു. മൂന്നാമത്തത്, മരിച്ചവർക്ക് ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കാൻ പറ്റുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. മരിച്ചവർക്ക് നമ്മെ നിരീക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മോട് സംസാരിക്കാനായിട്ട് അവർക്ക് സന്ദേശങ്ങളെങ്കിലും അയക്കാൻ പറ്റുമോ? സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലോ അവർക്ക് നമ്മോട് സംസാരിക്കാൻ പറ്റുമോ? മരിച്ച പ്രിയപ്പെട്ടവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ചിത്രശലഭത്തെ കണ്ടു, അത് എൻ്റെ അമ്മ എനിക്ക് അയക്കുന്ന ഒരു അടയാളമാണ്, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ എന്നോട് എപ്പോഴും സ്വപ്നത്തിൽ വന്ന് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ മരിച്ചവർ സംസാരിക്കുന്നത് കേൾക്കണം എന്ന് ആഗ്രഹിച്ച് ചില സ്പെഷ്യലിസ്റ്റിനെ കാണാറുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ മരിച്ചവരുമായി ബന്ധപ്പെടുന്നതിനെ ബൈബിൾ വിലക്കുന്നുണ്ട്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 18 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവരോ ദൈവപ്രശ്നം വയ്ക്കുന്നവരോ ആഭിചാരകരോ മുഹൂർത്തം നോക്കുന്നവരോ ശുദ്രക്കാരോ മന്ത്രവാദിയോ വെളിച്ചപ്പാടുകളോ ഭൂതസേവകരോ പ്രേത സമ്പർക്കമുള്ളവരോ ഉണ്ടാകരുത്. ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരോട് യഹോവയ്ക്ക് അറപ്പാണ്. ദൈവം ഏറ്റവും ഗൗരവമായിട്ട് പറയുന്ന കാര്യമാണിത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, മരിച്ചവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ ശരിക്കും പറഞ്ഞാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയല്ല അവിടെ കണ്ടുമുട്ടുന്നത്. അവരെ പിശാച് വഞ്ചിക്കുന്നു എന്നതാണ് സത്യം. സാത്താൻ പറയുന്ന ഏറ്റവും അപകടകരമായ നുണകളിലൊന്ന് നമുക്ക് മരിച്ചവരോട് സംസാരിക്കാൻ പറ്റും എന്നതാണ്. സത്യത്തിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ അവരെ പോലെ വേഷം മാറിയ ഒരു പൈശാചിക ആത്മാവിനെയാണ് കാണുന്നത് എന്നവർക്ക് അറിയില്ല. 2 കൊരിന്ത്യർ 11 വാക്യം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. സാത്താൻ തന്നെയും പ്രകാശദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന്. ഈ പിശാചുകളെല്ലാം തന്നെ വഞ്ചിക്കാൻ മിടുക്കന്മാരാണ്. അതിന് നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയാണ് ഈ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവർ തങ്ങളിൽ മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ
ഈ ആത്മാക്കൾ പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരോടല്ല സംസാരിക്കുന്നത് എന്നതാണ് സത്യം. ഉപസംഹാരം: മരിച്ചവർക്ക് ജീവനോടിരിക്കുന്നവരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നാം ഇതുവരെ കണ്ട എല്ലാ കാര്യങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. മരിച്ചവർക്ക് നമ്മെ കാണാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കാനും പറ്റില്ല. സഭാപ്രസംഗി 9:5 അവർ വിശ്രമത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരിച്ചവരുടെ പ്രിയപ്പെട്ടവർക്ക് ചിഹ്നങ്ങളോ അടയാളങ്ങളോ അയക്കാൻ പറ്റും എന്നതിന് ബൈബിൾ തെളിവുകൾ ഒന്നും തന്നെയില്ല. മരിച്ചവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരെ ബൈബിൾ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. മരിച്ചവർ നമ്മെ നിരീക്ഷിക്കുന്നില്ല. മരിച്ചവർ ദൈവത്തിൻ്റെ കൈകളിലാണ്. അവരുടെ ന്യായവിധിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.